ഓരോ മന്ത്രിമാരെ ഈ നാട്ടിലെ ജനം തലയിലേറ്റേണ്ട ഗതികേടിൽ കേരളം നിൽക്കുന്നു. അതിൻ്റെ ദുരന്തം മുഴുവൻ ഈ പറയുന്ന ജനം അനുഭവിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വാഭാവികമായി പുലികൾ ഇറങ്ങി വരുന്നു, കരടികൾ ഇറങ്ങി വരുന്നു. എന്തേ? കഴിക്കാനൊന്നുമില്ല. ഈ പുലിയുടെയും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെയും ഭക്ഷണം മാംസമാണ്. മാനുകളും കാട്ടാടുകളും കുറിയാടുകളുമൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. അത് നമ്മുടെ കാട്ടിൽ അന്യം നിന്ന് പോകുന്നു. എന്താ കാരണം? അവർക്ക് തന്നാനുള്ള പ്രത്യുൽപാദനപരമായിട്ടുള്ള ഓരോ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുന്നില്ല. കാട് വരളുന്നു. അപ്പോ പ്രകൃതി സൃഷ്ടിച്ചു വെച്ച ആവാസ വ്യവസ്ഥക്ക് തുരങ്കം വെക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ പേരിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യർ ചവിട്ടി അരക്കപ്പെടുന്നു. ഭക്ഷണം കിട്ടാത്ത പുലിയും കരടിയും സിംഹവും മനുഷ്യനെ ഭക്ഷണമാക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുമ്പോഴും കുലുങ്ങാത്ത ഭരണവും പതറാത്ത മന്ത്രിമാരുമുള്ള നാടായി കേരളം മാറുകയാണ്. ഇവിടെയാണ് പ്രതിരോധമുയരേണ്ടത് ജനങ്ങളുടെ. ആ പ്രതിരോധത്തിലൂടെയല്ലാതെ മഞ്ചേരി അങ്ങാടിയിൽ ആന വരും, എഴുതി വെച്ചോളൂ. മഞ്ചേരിക്കാർക്കൊരു ധാരണ ഉണ്ടാവും, മഞ്ചേരി അല്ലേ, ഒന്നും നിങ്ങൾ കരുതണ്ട. കോഴിക്കോട്ട് അങ്ങാടിയിലും മഞ്ചേരി അങ്ങാടിയിലും ആനയും പുലിയും ഇറങ്ങുന്ന കാലം അതിവിദൂരമാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് നിയന്ത്രിക്കണ്ടേ? ഇതിനൊരു അറുതി വേണ്ടേ? ആ സമരം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഈ സോഷ്യൽ പ്രസ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ്. മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനെതിരമായി ഈ പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ടാക്കുന്ന ഈ കൊടും ഭീകരതയ്ക്കെതിരെ സാധാരണ ജനങ്ങളെ നമ്മൾ ഒരുമിപ്പിക്കും. പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിളിൻ്റെയും അനീതിക്ക് ഇരയാകുന്നവരാരാ? ഇന്നെന്താണ് ഈ മഴ മുഴുവൻ പെയ്തപ്പോൾ ഈ മൈതാനവും പരിസരവും നിറഞ്ഞ് കവിയേണ്ട ഇന്നത്തെ യോഗത്തിൽ രാവിലെ തൊട്ടുള്ള മഴ, ഇവിടെ എത്തേണ്ടവർ മുഴുവൻ സാധുക്കളും പാവങ്ങളുമാണ്. അവർക്ക് വരാനുള്ള വാഹനം ടൂ വീലറാണ്. ഈ കൊടും മഴയിൽ ആ വാഹനമെടുത്ത് വരാൻ കഴിയാത്തവരാണ് മഹാഭൂരിപക്ഷവും. ഫോണുകളിൽ വന്ന മെസ്സേജുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ ഇന്ന് വന്നതിൻ്റെ എത്രയോ ഇരട്ടി കേരളത്തിലെ മുഴുവൻ ചാനലുകളുമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്നത്തെ നിങ്ങളുടെ റേറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇന്ന് ഇത് വീക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഇരുചക്രവാഹനം ആരാ ഉപയോഗിക്കുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാർ, ഈ നാട്ടിലെ ഇടത്തരക്കാർ. സമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ ചായ കുടിക്കാൻ പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ടാകും. പക്ഷേ 99% ഇത് ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമാണ്. അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിൻ്റെയും MBA മാരുടെയും കൈകാട്ടലും നിർത്തലും ഫൈനടക്കലും.